ഹലോ, നമ്മൾ ഇന്നൊരു കുട്ടി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. കായംകുളം വരെ ഒന്ന് പോവുക. ഞങ്ങളുടെ ചെറിയ മോനിപ്പോൾ 8 മാസം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കിപ്പോൾ ഇരിക്കാനൊന്നും ഒട്ടും ഇഷ്ടമൊന്നുമല്ല. എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ തന്നെ വലിഞ്ഞു കയറാനൊക്കെയാണ് ഭയങ്കര താല്പര്യം. അപ്പോൾ ഒരു ബേബി വാക്കർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് കായംകുളത്തുള്ള ഫസ്റ്റ് ക്രൈഡ് ഔട്ട്ലെറ്റാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉള്ള ഒരു ഔട്ട്ലെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വോക്കറിൻ്റെ സെഷൻ എത്തിയിട്ട് ഞാനവിടെ ഉണ്ടായിരുന്ന വോക്കറൊക്കെ ചുമ്മാ ഒന്ന് നോക്കി. എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനത്തെ വോക്കറാണ് വേണ്ടതെന്നൊക്കെ. ഞാനിതിലധികവും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുള്ള മോഡൽസൊക്കെ ആയിരുന്നു. ഓൺലൈനിലാണ് ഞാൻ അധികവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. കാരണം ഓൺലൈനിൽ എപ്പോഴും നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടാവാറ്. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടം തോന്നിയ ഓരോ വോക്കറും ഞാൻ അവരെ കൊണ്ട് താഴെ ഇറക്കി വെപ്പിച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് നോക്കി അവസാനം ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്തു. ഞാൻ പൊതുവെ കടകളിൽ പോയാൽ എൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന് കാണും. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നടന്ന കൂട്ടത്തിൽ 1-2 കുഞ്ഞ് ഐറ്റംസും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ താഴെ വന്നപ്പോൾ ഫുഡ് വെയർ സെഷൻ കണ്ടപ്പോൾ അവിടുന്ന് മൂത്ത ആൾക്കൊരു ചെരുപ്പും വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ഡ്രസ്സിൻ്റെ സെഷൻ. ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല, പക്ഷേ വെറുതെ അവിടൊക്കെ ഒന്ന് നടന്നു. ഒരു സന്തോഷം. ഇനി കൂടുതൽ നേരം നിന്നാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലോ എന്ന് വിചാരിച്ച് ദേ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ബില്ലും പേ ചെയ്ത് വീട്ടിലോട്ട് ഇറങ്ങി. നേരത്തെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു ബേബി കെയർ കിറ്റുണ്ട്. ഇതിൽ കോമ്പും നെയിൽ കട്ടറും സിസേഴ്സും അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട് നിപ്ലർ നല്ലതായിരുന്നു, അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ജസ്റ്റ് 2 ചെറിയ കുഞ്ഞു കുഞ്ഞു കിലുക്കി പോലത്തെ ടോയ്സും അതും 2 വാങ്ങിച്ചു അവിടുന്ന്. അങ്ങനെ ഇതാണ് ഞാൻ വാങ്ങിയ വാക്കർ. ഇത് നമ്മുടെ വീട്ടിലെത്തി. ഈ വാക്കർ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം എൻ്റെ മൂത്ത ആൾക്കായിരുന്നു. അമ്മയെ ഞാനൊന്ന് കയറി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ അതിൽ കയറിയിരുന്ന് അവൻ അതിൻ്റെ ഉദ്ഘാടനവും നടത്തി. ചേട്ടൻ്റെ വക ഉദ്ഘാടന പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും കഥയിലെ നായകനെത്തി. ആദ്യമായി എന്തിലോ കയറിയിരുന്നൊരു സന്തോഷമൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. തട്ടാനും മുട്ടാനും ഒക്കെ തുടങ്ങി. പിന്നെ ചേട്ടൻ്റെ വക കുറച്ച് ക്ലാസ്സും പുന്നാരിക്കലും. ഇതൊരു മൾട്ടി ഫങ്ഷണൽ മ്യൂസിക്കൽ ബേബി വോക്കറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ റോക്കറും ആക്കാം. താഴത്തെ ഭാഗം നല്ല സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. താഴത്തെ ഭാഗം മേലത്തെ ഭാഗത്തേക്കാളും തന്നെ പുറത്തോട്ട് നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ കൈയൊന്നും പോയി അങ്ങനെ എവിടെയും തട്ടുന്നൊന്നുമില്ല. പിന്നെ ഇതിന് 8 വീൽസ് ഉണ്ട്. മുകളിലത്തെ പാനൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതൊരു ഫുഡ് ട്രേ ആയിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ തന്നെ അത് കൂടെ പോരും. പിന്നെ സീറ്റൊക്കെ ജസ്റ്റ് ഓക്കെയാണ്. ഓവറോൾ ഓക്കെ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ടാറ്റാ.